ശരി. നമ്മൾ വെച്ചാൽ ആദ്യ സിനിമയിൽ ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഒരു മിമിക്രിക്കാരൻ ചോദിച്ചു, കാരണം ഞാൻ കളവ് പറഞ്ഞില്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വെറുതെ ഏതെങ്കിലും ഒരാളെ പേരൊക്കെ പറയാം, എന്തിനാ കളവ് പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞു കിട്ടുന്നത്. അങ്ങനെ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ പലരും ഞാൻ സാറത് പുറത്തിറങ്ങും, സ്ട്രെയിറ്റ് ചോദിക്കുകയാണ്, ഞാൻ വിളിക്കുന്ന കുട്ടി ചോദിക്കുക അതൊക്കെ പുറത്തിറങ്ങും സാർ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ സന്തോഷ് പള്ളി എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ പുറത്തിറങ്ങും. അപ്പോൾ അവിടെ അത്യാവശ്യം ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞു, സന്തോഷ് പള്ളിയിട്ട് കളവാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ എന്നെ അങ്ങ് കള്ളനാക്കുക. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മളെ തുടർച്ചയായിട്ട് ഇവർ ഹറാസ് ചെയ്യാണ്. മലയാള സിനിമയിലൊന്നും കലാകാരന്മാരില്ല, കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാരേ ഉള്ളൂ. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്, എല്ലാം ഒരു ബിസിനസ്സാണ്. അവരവരുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞു കാണും. ഒരു പച്ചക്കറി കടക്കാരൻ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ പച്ചക്കറി വിറ്റ് ജീവിക്കുന്നു. ഒരു ടെക്സ്റ്റൈൽസ് ഉടമ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ വസ്ത്രങ്ങൾ വിറ്റ് ജീവിക്കുന്നു. ഒരു മീൻകാരൻ എന്താണ് ചെയ്യുന്നത്? മീൻ വിറ്റ് ജീവിക്കുന്നു. ഒരു സിനിമാക്കാരൻ എന്താണ് ചെയ്യുന്നത്? കല വിറ്റ് ജീവിക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജോലിയും പണവും ഡാറ്റയും കളഞ്ഞ് അവൻ ചെയ്തത് കാണുന്നു. ഇപ്പോൾ വേടൻ്റെ കേസായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം നന്നായിട്ട് കവിതകൾ എഴുതുന്നു, നല്ല കാര്യമാണ്. അദ്ദേഹം പാലസ്തീന് വേണ്ടി എഴുതുന്നു, അദ്ദേഹം ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, അദ്ദേഹം അഫ്ഗാനിസ്ഥാന് വേണ്ടി പാട്ടെഴുതുന്നു, ഒക്കെ നല്ല കാര്യമാണ്. ഇവിടെ കാശ്മീരിൽ 26 ഇന്ത്യക്കാർ മരിച്ചിരുന്നു, പാട്ട് എഴുതി. സന്തോഷ് ചേട്ടൻ്റെ പടത്തിൽ കൂടുതലും പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാണ്? ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം എൻ്റെ കേരള ലൈവ് സിനിമയാണെങ്കിലും 15 സ്ത്രീകളും 85 പുരുഷന്മാരുണ്ട് ടോട്ടലി. 15 സ്ത്രീകളും 85, അത്യാവശ്യം ഡയലോഗ്, എല്ലാവർക്കും ഡയലോഗ് ഉണ്ട്. അത്യാവശ്യം ഒരു 15ഓളം സ്ത്രീകൾ വരുന്നുണ്ട്. അല്ല, നായിക ലെവലിൽ ഒരു 7 വരും. ഞാൻ പറഞ്ഞ മെയിൻ റോളുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 85ഓളം പുരുഷന്മാരും വരുന്നുണ്ട്. എൻ്റെ എല്ലാ സിനിമയും പൊതുവിൽ എനിക്ക് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, കാരണം നമ്മളെക്കുറിച്ച് അറിയുന്ന ആളുകൾ നമ്മളെ വർക്കിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അല്ലേ? അല്ല, അവർക്ക് പിന്നീട് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അവരെ പറ്റി അന്വേഷിക്കാറുണ്ടോ? എനിക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു റോള് തന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഞാനൊരു റോള് തരുന്നു, ബാക്കി അത് വെച്ച് ഒരു വേറൊരു വർക്ക് ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്, ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നിങ്ങളൊരാൾക്ക് റോള് കൊടുക്കുന്നു, ജീവിതകാലം മുഴുവൻ ഈ പെൺകുട്ടിക്ക് റോള് വാങ്ങിച്ചു കൊടുക്കലോ. ഞാൻ ചോദിച്ചത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് അവർ പിന്നീട് ഏതൊക്കെ വർക്കിൽ പോകുന്നുള്ളൂ അവർ തന്നെയാണ്, അവനവൻ്റെ ഇത് അവനവനാണ് നോക്കേണ്ടത്. ശരി. നമ്മൾ വെച്ചാൽ ആദ്യ സിനിമയിൽ ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഒരു മിമിക്രിക്കാരൻ ചോദിച്ചു, നിങ്ങൾ പുറത്തിലൊക്കെ എന്തിനാ 8 പെണ്ണുങ്ങളൊക്കെ ഒന്ന് പോരെയെന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ പറയുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ സ്കിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇഷ്ടംമാതിരി പെണ്ണുങ്ങളെ കിട്ടും, പിന്നെ 3-4 കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല, എന്നിട്ടിപ്പോൾ ഞങ്ങൾ ആണിനെ പെണ്ണാക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ആദ്യം സ്കിറ്റിൽ ആണിനെ പെണ്ണാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്തോഷ് പണ്ഡിറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നുണ്ട്, ഷോയിൽ ചോദിച്ചൊരു ചോദ്യമാണത്, ഇതൊക്കെ ഇതിന് 8 പെണ്ണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസാണ് എനിക്ക് ആദ്യ സിനിമയിലാണ് ഞാൻ ബുദ്ധിമുട്ടിയത്. ഇവർക്കൊക്കെ ആദ്യ കാലത്ത് ഇവർക്ക് പെണ്ണ് കിട്ടിയെന്ന് പറയുന്നു. കാരണം ആദ്യ സിനിമ ഞാൻ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും കഴിയുന്ന അങ്ങനെ ഒരു പരസ്യം കൊടുക്കലോ, അല്ല, നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഇങ്ങനെ ഒരു നടി വേണമെന്നുണ്ടെങ്കിൽ ജനറലി ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമ്മളെ പരിചയക്കാരിലൂടെ വേണം എനിക്കെല്ലാം കിട്ടാൻ. അതായത് നമ്മുടെ ഒരു ഓപ്പൺ ലൈൻ നമ്മൾ ചോദിക്കാറില്ല. അങ്ങനെ വന്നപ്പോൾ അന്നും ഇന്നും ഇല്ല. അപ്പോൾ ആദ്യ സിനിമയിൽ ഇതേ കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അവിടെ ഒരു കുട്ടിയുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമയിൽ അഭിനയിച്ചോ കുഞ്ഞു റോളൊക്കെ ചെയ്ത കുട്ടികളെയൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടികൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരുടെ അസോസിയേറ്റ് ആയിരുന്നു? ആരുടെയല്ല, സിനിമാ സെറ്റേ കണ്ടില്ല. അപ്പോൾ തന്നെ കുട്ടിക്ക് തലകറക്കം വരും. സിനിമാ സെറ്റ് കാണാത്ത സാറെങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? മോളെ, ഞാനൊരു 5 ലക്ഷത്തിൻ്റെ പടമാണ്, 5 ലക്ഷത്തിനൊക്കെ പടം ചെയ്യാൻ പറ്റുമോ സാർ? എല്ലാവർക്കും കോടികളാണ്. ഞാൻ വന്നതിന് ശേഷമാണല്ലോ അങ്ങനെ വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നന്നായി അഭിനയിക്കുന്ന നല്ല കുട്ടികളെ മുഴുവൻ എനിക്ക് മിസ്സായി. കാരണം ഞാൻ കളവ് പറഞ്ഞില്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വെറുതെ ഏതെങ്കിലും ഒരാളെ പേരൊക്കെ പറയാം, എന്തിനാ കളവ് പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞു കിട്ടുന്നത്. അങ്ങനെ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ പലരും ഞാൻ സാർ ഇത് പുറത്തിറങ്ങും, സ്ട്രെയിറ്റ് ചോദിക്കുകയാണ്, ഞാൻ വിളിക്കുന്ന കുട്ടി ചോദിക്കുക അതൊക്കെ പുറത്തിറങ്ങും സാർ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ സന്തോഷ് പള്ളി എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ പുറത്തിറങ്ങും. അന്ന് എനിക്ക് ജോലിയുണ്ട് കേട്ടോ, ഞാനത് പറയാറില്ല, ഞാൻ ആരോടും പറയാറില്ല. ഞാനൊരു സാധാരണക്കാരൻ, ഒരു സിനിമ എടുക്കുന്നു, സിനിമയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, 5 ലക്ഷത്തിൻ്റെ പടം എന്നാണ് ഞാൻ ഒരാളുടെ പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ തലകറങ്ങി ആ വഴിക്ക് വരുന്നുമില്ല. പക്ഷേ ഇപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയതൊക്കെ എൻ്റെ കോൺഫിഡൻസ് കൊണ്ട് കിട്ടിയതാണ്. അതായത് സന്തോഷ് പണ്ഡിറ്റ് ജീവിച്ചിരുന്നാൽ പുറത്തിറങ്ങും, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ ചെയ്തു നോക്കല്ലേ. അങ്ങനെ
പിന്നെ ചെറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാലോ, ചെറിയ ആളുകൾക്ക് എപ്പോഴും ചെറിയ ആളുകളെ അവർക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ വലിയൊരു മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ഇവിടുത്തെ ഒരു പെൺകുട്ടിക്ക് സാധാരണ എന്ത് ചാൻസ് കൊടുക്കില്ല. കാരണം അവർ നോക്കുക എന്താണ്, തെലുങ്കിൽ ഒരു നടീനെ കിട്ടിയാൽ, ഹിന്ദിയിലെ കിട്ടിയാൽ അവിടെയും കൂടെ നമുക്ക് സാറ്റലൈറ്റ് റേറ്റ് കിട്ടൂലേ, അവിടെയും കൂടെ വ്യൂസ് വരില്ലേ എന്നാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം ഫോളോവേഴ്സ് വേണം. ഇന്നായാലും അങ്ങനെ തന്നെ സ്ഥിതി. ചെറിയ ആളുകൾക്ക് ചെറിയ ആളുകൾ തന്നെ കിട്ടുകയുള്ളൂ. അല്ലാണ്ട് വലിയ ആളുകളൊന്നും, ഒരു 99% നിങ്ങളൊരു വലിയ നടൻ കാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ സാധാരണ എന്തെങ്കിലും പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അവിടെയും പെൺകുട്ടികളെ കിട്ടുമ്പോഴും അവർക്ക് ഈ ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ വേണം. ഇത് വേണ്ട, മറ്റവൻ്റെ എന്ന് പറയാൻ ആരെങ്കിലും വിളിക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ കോൺഫിഡൻസ് കൊണ്ടൊക്കെ എനിക്ക് കിട്ടുന്നു, കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തെ സിനിമ തൊട്ട് ഇപ്പോൾ 12ാമത്തെ കേരള ലൈവ് കഴിഞ്ഞു, 13ാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോഴും ഫുള്ളാണ്. സ്ത്രീകളെ കേസിൽ ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. കാരണം ഒന്ന്, എൻ്റെ ഫേസ്ബുക്കിൽ സാർ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. രണ്ടാമത് നമ്മൾ നേരത്തെ തന്നെ കാണുമ്പോൾ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ വരും. ഞാൻ നമ്പറൊക്കെ കൊടുക്കാറുണ്ട്, വാട്സപ്പിലേക്കൊക്കെ ഡീറ്റെയിൽസ് വിടുന്നു. പക്ഷേ അതെന്താണ് വ്യത്യാസം? ആദ്യ സിനിമയിൽ വന്ന കുട്ടികൾ അവർ മറ്റുള്ളവർക്ക് കൊടുത്ത ഫീഡ്ബാക്കാണ് സന്തോഷ് പണ്ഡിറ്റിനെ എന്നും ആളുകളെ കിട്ടുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു മനഃശാസ്ത്രമാണ്. ഇപ്പോൾ 12ാമത്തെ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നൊരു കാര്യമാണ്, ആ കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ സന്തോഷേ, ഈ പെൺകുട്ടി വേണം, നിൻ്റെ 13ാമത്തെ സിനിമയിലേക്കുള്ള ഫൗണ്ടേഷനാണ് ഈ പെൺകുട്ടി. ഞാൻ പറഞ്ഞ പെൺകുട്ടികളെ കിട്ടുന്ന കേസാണ് ആ അർത്ഥത്തിലവർ. അപ്പോൾ ഈ പെൺകുട്ടി എന്താണോ, കാരണം 13ാമത്തെ സിനിമയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ പെൺകുട്ടിയുടെ നമ്പർ കിട്ടാനോ അതിൻ്റെ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് അവരെങ്ങനെയെങ്കിലും ബന്ധപ്പെടും. അതിപ്പോൾ വലിയൊരു ഭീകരമായ വിഷയമൊന്നുമല്ല ഇന്ന സിനിമയിൽ ഒരു നടീൻ്റെ നമ്പർ കിട്ടൽ. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കും, ഈ സന്തോഷ് പണ്ഡിറ്റ് നിങ്ങൾക്ക് പുറത്ത് കണ്ട പരിചയമുണ്ടോ, എങ്ങനെയുണ്ട് ഇയാളെ സ്വഭാവം? ഈ പെൺകുട്ടി എന്താണോ പറയുന്നത് ഇത് വെച്ചിട്ട് വേണം ഈ കുട്ടി വരാൻ. എനിക്കിപ്പോഴും ഓവർ കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ. അപ്പോൾ 12ാമത്തെ സിനിമയിൽ ഓരോ ഈ 15 സ്ത്രീകളും മുന്നിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഈ സ്ത്രീ വേണം നാളെ വേറൊരു പെൺകുട്ടിക്ക് പറയാൻ. ആദ്യത്തെ സിനിമയിൽ അല്ല, അപ്പം ഞാൻ പറയുന്നത് അതേസമയം മിമിക്രിക്കാർക്ക് ആദ്യം ഇതിൽ പെൺകുട്ടികളെ കിട്ടി, പിന്നെ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനായിട്ട് ആരോടും എൻ്റെ മിമിക്രിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ 3 പെൺകുട്ടികൾ കൊടുത്ത ഫീഡ്ബാക്കാണ് ഈ 30 കൊല്ലമായിട്ട് പിന്നെ ആണിനെ പെണ്ണാക്കേണ്ട ഗതികേട് പിന്നെ ഉണ്ടാക്കുന്നത്. അല്ല, അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്ത് സന്തോഷ് പണ്ഡിറ്റ് 8-88 എനിക്ക് കിട്ടും. സന്തോഷ് പണ്ഡിറ്റിൻ്റെ സ്വഭാവം എന്താണ്, നിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണം കൊണ്ടാണ് നീ ആണിനെ പെണ്ണാക്കേണ്ടി വന്നത്, എന്നെ പറയണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ല, സൈക്കോളജിക്കലി ഞാൻ പറഞ്ഞതല്ലേ ശരി വരുന്നത്. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച ഏതെങ്കിലും പെൺകുട്ടികൾ പിന്നീടുള്ള ഏതെങ്കിലും സിനിമയിൽ പിന്നീട് ആദ്യ സിനിമ എന്നല്ല, പിന്നീട് പൊതുവിൽ ഇപ്പം എൻ്റെ സിനിമയിൽ അഭിനയിച്ച ചില പെൺകുട്ടികൾക്ക് ചില സീരിയലോ അങ്ങനെ എന്തൊക്കെയോ കിട്ടിയായിട്ട് കേൾക്കുന്നു. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്, പിന്നീട് വന്നിട്ടുള്ള സിനിമയിൽ വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ചില കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, ചില കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് അത്രയും വരുന്നു. ഇപ്പൊ ആതിരയുടെ മകൾ അഞ്ജലി, അതിന് മുമ്പ് ഉരുക്ക് സതീശൻ. ഈ ഉരുക്ക് സതീശൻ ഒരു പെൺകുട്ടി ആതിരയുടെ മകൾ അഞ്ജലിയിൽ വന്നിട്ടില്ല. ഇത് കാരണം ഇവിടെ അത്രയും ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ച ആളുകളുണ്ടോ വന്നു. അപ്പൊ പിന്നെ കേരള ലൈവിൽ ഇപ്പം നോട്ട് ചെയ്ത കുട്ടികളാ വന്ന്. ഈ കേരള ലൈവ് സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്കുള്ള ഒക്കെ ഇവിടെ ഫില്ലാണ്. എനിക്ക് വേണമെങ്കിൽ ഇവരെ തന്നെ ഇത് ചെയ്യാം. പിന്നെ എന്തായിരിക്കും ഈ കണ്ടിന്യൂസ്ലി എല്ലാ സിനിമയിലും ഒരേ കുട്ടിയെ തന്നെ വെക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ അവർക്ക് തമ്പിടുമ്പോൾ നായകന് ഫോട്ടോ വയ്ക്കുമ്പോൾ ഒരേ പെൺകുട്ടീനെ തന്നെ വരുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ഈ ഉരുക്ക് സതീശൻ തന്നെയാണോ ആതിരയുടെ മകൾ അഞ്ജലി, കാരണം രണ്ടിലും ഒരേ പെൺകുട്ടിയാണോ. വ്യത്യസ്ത കുട്ടികളാവോ അങ്ങനെ വരുമല്ലോ. പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സന്തോഷ് ഏട്ടൻ മലയാളി ഹൗസിലുണ്ടായിരുന്നല്ലോ, സൂര്യ TV-യിൽ. അപ്പം അതുപോലെ ബിഗ് ബോസിൽ അത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആണോ? എന്താ സന്തോഷ് ഏട്ടൻ്റെ അഭിപ്രായം? മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ ആ രീതിയിലുള്ളതാണ് മലയാളി ഹൗസാണ്. അന്ന് സൂര്യ TV ആയിരുന്നു, ഇപ്പോൾ അത് ഏഷ്യാനെറ്റിലാണ് വരുന്നത്, ബിഗ് ബോസ് എന്നുള്ള പേരിൽ. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ശരിക്കും സ്ക്രിപ്റ്റഡ് അല്ല. അവരിപ്പോൾ എൻ്റെ കേസിൽ ഞങ്ങൾ 16 പേരായിരുന്നു അന്ന്, ഇപ്പോൾ 18 പേരൊക്കെ ഉണ്ടെന്നു. ഇപ്പോൾ ഇതേ ഒരു വീട്ടിൽ ഞങ്ങളെ 16 പേരെ കൊണ്ടുപോയി വിടുന്നു. ഭക്ഷണമൊക്കെ നിങ്ങൾ തന്നെ വെച്ചോണം, ഇവിടെ കടിച്ചു വരലൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം, ഭക്ഷണം ഞങ്ങൾ കൊണ്ടുതരാം, അടികൂടലും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഞങ്ങളോട് അടികൂടണമെന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ജനറലി അങ്ങനെയല്ല. പക്ഷേ പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് പേരെന്നോട് സ്ക്രിപ്റ്റഡാണ്. അതിൻ്റെ ഒരു കാരണം ഈ LKG കുട്ടികളൊക്കെ അടികൂടുന്ന പോലെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ കാര്യത്തിനൊക്കെയാണ്. ഞാനുള്ള സമയത്ത് തന്നെ ഓരോരുത്തർക്കും ഓരോ ദിവസം അടുക്കള. അപ്പോൾ അവിടെ 2 പെൺകുട്ടികൾ തമ്മിൽ അടികൂടിയതിൻ്റെ കാരണമാണ് ഒരുത്തിക്ക് വിശന്നപ്പോൾ രാത്രി ആ കുട്ടിയുടെ ദിവസമല്ല,
കുട്ടിക്ക് വിശക്കുന്നു, ഒരു ബിസ്ക്കറ്റ് കഴിക്കണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തു, അടുക്കളയിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തു. ഈ പ്രശ്നത്തിനാണ് ഈ എങ്ങനെയാടി അടുക്കളയിൽ കയറുക? അല്ല എനിക്ക് വിശന്നു, ഞാൻ വേറൊന്നും പാചകമൊന്നും ചെയ്തില്ലല്ലോ, പറ്റൂല, ഇൻ്റെ അടുക്കളയാണ് എന്ന് പറഞ്ഞിട്ട് രാത്രി 2 മണിക്ക് അടിയാണ് 2 പെണ്ണുങ്ങൾ തമ്മിൽ. അപ്പം നമുക്ക് മോളെ, അപ്പം ഇത് ചിലപ്പോൾ അവർ ഇങ്ങനെ അടി കൂടിയാലേ എൻ്റെ മുഖമൊക്കെ വരുള്ളൂ, ഇങ്ങനെ ചിന്തിച്ചിട്ടാണോ? അപ്പോൾ ഇതേപോലുള്ള ഇവളെന്നെ തുറിച്ച് നോക്കി, മറ്റവൻ നോക്കി, ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ മൊത്തം കാണുന്നവർക്കാണ് ഒരു LKG കുട്ടികൾ പരസ്പരം LKG കുട്ടികളെ നാണിപ്പിക്കുന്ന രീതിയാണ്. അതായത് ഇതിൻ്റെ കാരണം, രണ്ടുപേരും അടി കൂടുന്നതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു സീരിയസ് കാര്യം പറഞ്ഞാൽ ഓക്കെയാണ്. ഇതെല്ലാം പറയുന്ന ഇപ്പം ഞാനുള്ള സമയത്ത് തന്നെ എന്തോ ഒരു കാര്യത്തിന് ചർച്ച വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈക്കോളജി എന്തോ ഒരു വിഷയം വന്നു. ഞാൻ പറഞ്ഞു എനി ഡിഗ്രി ഉള്ളവർക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി ചെയ്യാം, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റ് കളവാണ് പറയുന്നത്. കാരണം BSc ചെയ്തവന് മാത്രമേ MSc ചെയ്യാൻ പറ്റൂ. സാർ ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്, പക്ഷേ ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ എന്നെ അങ്ങ് കള്ളനാക്കുകയാണ്. നമ്മൾ എന്തുകൊന്ന് സാധാരണ ഇതിൽ പറഞ്ഞതാണ്. ഇനി ഞാൻ എന്തോ പറയട്ടെ വെച്ചാൽ ഞാനത് വിട്ടു. പിറ്റേ ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാലും ഇതേ വിഷയം ഇവിടെ നിന്ന് ചർച്ച ചെയ്യാണ്. ഞാൻ പറഞ്ഞു ചേട്ടന്മാരെ, ഇവിടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഒരു അണ്ണാമല യൂണിവേഴ്സിറ്റീൻ്റെ സെൻറ്ററിലേക്ക് വിളിച്ചു ചോദിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അല്ല, ചോദ്യം ഒന്നേ ഉള്ളൂ, ഈ MSc സൈക്കോളജി എന്നുള്ളത് എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് നിങ്ങൾ കൊടുക്കുമോ, അതല്ല BSc കഴിഞ്ഞവനാണോ കൊടുക്കുക, അതേ ഉള്ളൂ പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മളെ തുടർച്ചയായിട്ട് ഇവർ ഹറാസ് ചെയ്യാണ്. ഇനി ഞാൻ ചെയ്തോ ഇല്ല എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അവസാനം ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ ഒരു ക്യാമറയുണ്ട്, ക്യാമറയോട് പറഞ്ഞു, ഈ കാണുന്ന പ്രേക്ഷകരോട് പറയാണ് ഇവിടെ മൊബൈലൊന്നുമില്ല, എനിക്കിപ്പോൾ ഇതൊന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് അണ്ണാമല യൂണിവേഴ്സിറ്റി MSc കൊടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കറക്റ്റും ഈ വ്യക്തി കള്ളനുമാണ്. അല്ല, അറിയാത്ത കാര്യം ഇയാളും പറയരുതല്ലോ. അല്ല, ചെയ്ത എന്നോട് കണ്ട ഇയാൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി തിരിച്ചാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് കള്ളനാണ്, എനിക്കിതിനെ കൂടുതൽ ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നീ ഞങ്ങളെ കള്ളൻ എന്ന് വിളിച്ചല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ കളവ് പറഞ്ഞാലല്ലേ കള്ളൻ എന്ന് പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കണ്ടന്റ് ഈ കള്ളൻ എന്ന വിഷയത്തിലേക്ക്. അതായത് ഒരു മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് അതിനോട് യോജിക്കാം, അത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതേ വിഷയം ഇപ്പോൾ ഇത്രയില്ലേ സാധാരണ മനുഷ്യന്മാരുടെ കാര്യത്തിൽ. അല്ല, അങ്ങനെ വരുമോ? എന്തോ സന്തോഷം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ലേ, ശരി പുറത്തിറങ്ങിയിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് തീർക്കാവുന്നൊരു വിഷയമാണ്. അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് എടുത്താലും നീ മേലിൽ ഈ കയറെടുത്തിട്ടോ എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് തീർക്കാവുന്ന ഒരു വിഷയമാണ്. 2 or 3 ദിവസം നീ രാത്രി 2 മണിക്ക് കയറിയിട്ട് അടുക്കളയിൽ നിന്ന് ബിസ്ക്കറ്റ് കട്ട് തിന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ദിവസങ്ങളോളം ഈ വിഷയവും ഇതിൽ സംഭവിക്കുന്ന അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് പോകുന്നത്. ഇവർക്ക് ഇങ്ങനെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊള്ളണം നിർബന്ധമുണ്ടോ? ഇല്ല, അതാ ഞാൻ പറയുന്നത്. ഞങ്ങളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഇല്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ചോദിച്ച ചോദ്യം പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ആളുകൾ ചോദിച്ചാണ്, വിശക്കുന്ന ഒരാൾ ബിസ്ക്കറ്റ് എടുക്കുന്ന ഇത്രയും വലിയതാണോ? നിങ്ങൾ എൻ്റെ ഇവിടെ ആൾക്കാരെ മൊത്തം അവസാനം യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു എനി ഡിഗ്രിയിലുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ടെന്ന്. ഇയാൾക്ക് അറിയുന്നുമില്ല. അതേപോലെ സിനിമയിൽ ഇംഗ്ലീഷ്, ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് സോങ്, എൻ്റെ എല്ലാ സിനിമയിലും ഓരോ ഇംഗ്ലീഷ് സോങ് ഉണ്ടാവും. 8 സോങ്ങിൽ 1 ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബുദ്ധിയുണ്ടെന്ന് പറയുന്ന ഒരാൾ പറയാണ് സന്തോഷ് പണ്ഡിറ്റ് SLC ജയിച്ചിട്ടുണ്ടാവുമോ? ചർച്ച ചെയ്യണം. ഇല്ലെങ്കിൽ ഇല്ലയെന്ന് വെച്ചു. ഞാൻ പിന്നെ ഒരു കാര്യത്തിനും തർക്കിക്കാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ അവിടെ ഭയങ്കര ചർച്ചയാണ്. SLC പോലും ജയിക്കാത്ത ഇവൻ എങ്ങനെയായിരിക്കും ഈ MSc എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞൊക്കെ ചർച്ച കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല, എന്തോ ആവട്ടെ വിചാരിച്ചു. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം അന്ന് ഈ ഹറാസ് ചെയ്തവർക്ക് പോലും സന്തോഷ് പണ്ഡിറ്റ് എന്താണെന്ന് മനസ്സിലാകുന്നത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ്. കാരണം ഞാൻ ഇവിടെ PWDയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതിന് ശേഷം ഇലക്ഷൻ, പാർലമെൻറ്റോ ഇതൊക്കെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിസൈഡിങ് ഓഫീസറായിട്ട് വന്നപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് പല പത്രങ്ങളിലും ഞാൻ കൊടുത്തതല്ല, ഞാൻ പതുങ്ങി നിൽക്കായിരുന്നു, അവർ ഫോട്ടോ എടുത്ത് കൊടുത്തതാണ്. സന്തോഷ് പണ്ഡിറ്റാണ് പ്രിസൈഡിങ് ഓഫീസർ, കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സന്തോഷ് പണ്ഡിറ്റാന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ പ്രിസൈഡിങ് ഓഫീസറോ. അപ്പോൾ അതിലടിയിലുണ്ട് PWDയിൽ എഞ്ചിനീയറായ സന്തോഷ് പണ്ഡിറ്റ്. PWDയിൽ ഇവനോ? അല്ല, അപ്പം നീ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നല്ലേ? ഞാൻ രാജിവെച്ചിട്ടു. അതിന് ശേഷം ഞാൻ രാജിവെച്ചു, കാരണം എനിക്ക് സിനിമയിൽ തന്നെ തിരക്കായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല? കാരണം ഞങ്ങളിവിടെ സന്തോഷ് പണ്ഡിറ്റ് SLC പോലും ജയിക്കാത്തവൻ എങ്ങനെയായിരിക്കും ഇത് ചെയ്യാന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞില്ല, കാരണം നിങ്ങൾ 15 പേർക്കും ജോലി ഇല്ലാത്തവരാണ്. എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേദനിക്കും.
നിങ്ങൾ അവിടെ പലരും പറയുന്നുണ്ട്, ഓ PSC എഴുതി ഒന്നും കിട്ടിയില്ല, ഇത്രയും ജനറൽ നോളജ് ഉള്ള എനിക്ക് ഒരു PSCയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വേദന കഥ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ എനിക്ക് ജോലി ഉണ്ടെന്ന് നിങ്ങൾ വേദനിക്കും. എനിക്ക് ഒരാഴ്ചയ്ക്ക് 4 ലക്ഷം രൂപയായിരുന്നു ഞാൻ പോയത്. ഓരോരുത്തർക്ക് ഓരോ പൈസയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ 5000-നും 10,000-നും പോയ ആളുകൾ വരെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ അവരുടെ ചർച്ച എന്താണെന്നറിയോ? നിനക്ക് എത്ര ഉണ്ടാവും? എനിക്ക് 25,000 ആഴ്ചയിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിയാണ് വരുന്നത് സത്യത്തിൽ. എനിക്ക് 5,000, എന്നോട് 10,000, നിനക്ക് 5,000 ഉള്ളൂ, എനിക്ക് 10,000 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ 15 ആൾക്ക് ഒരു ആഴ്ച കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതലാണ് TV എനിക്ക് ഒരാൾക്ക് തരുന്നത്. അപ്പോൾ അവിടെ അടുത്ത ചർച്ച സന്തോഷ് പണ്ഡിറ്റിന് ഞാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ ഒരു ഇവനൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. പുറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് സന്തോഷ് പണ്ഡിറ്റ് ആഴ്ചയ്ക്ക് 4 ലക്ഷം വെച്ചാൽ വാങ്ങുന്നതെന്നുള്ളത് ഇവരറിയുന്നത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ എനിക്ക് അടി നടത്താമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്താ വാങ്ങുന്നത് എന്നുള്ളത് ഇവനൊക്കെ അറിഞ്ഞത് പുറത്തിറങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അവിടെ എൻ്റെ സ്വന്തം അനുഭവത്തിൽ പോലും ഇവിടെ ഒന്നും ഈ അടി കൂടാനുള്ള കാരണമല്ല. സാധാരണഗതിയിൽ എന്താണ്, എന്നെക്കൊണ്ട് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നിങ്ങൾ അടി കൂടേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഇതൊന്നും വേണ്ട, എന്തെങ്കിലും പറഞ്ഞാൽ അടി കൂടുന്നത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അടി കൂടിയേ പറ്റൂ എന്നുള്ള രീതി. ഇത് കാണുന്നതോടാണ് ആൾക്കാർ ചോദിക്കുന്നത്, അല്ല നിങ്ങളോട് ഇപ്പോൾ അവിടുന്ന് അടി കൂടാൻ പറഞ്ഞിരുന്നോ? അല്ല ഇന്ന് ഇവൻ അടി കൂടണം, ഇന്ന് ഇവൾ അടി കൂടണം എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ? അല്ലെ അതെന്നോട് ചോദിച്ചാൽ അവിടെ അച്ഛനെയും അമ്മേനെയും ഭാര്യനെയും മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ മനുഷ്യന്മാർ വരുന്നത്. നിങ്ങൾ ഈ 100 ദിവസത്തിനിടയിൽ എത്ര കാൻഡിഡേറ്റ്സ്, അയ്യോ എന്നാൽ എൻ്റെ അമ്മേനെ കണ്ടിട്ട് എത്ര ദിവസം, അച്ഛനെ കണ്ടിട്ട്, എൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് എത്ര ദിവസം, എൻ്റെ മക്കളെ കണ്ടിട്ട് എത്ര ദിവസമായിരുന്നു, അതിലൊന്നും പറയുന്നില്ലല്ലോ. അല്ലെ അപ്പോൾ ദാറ്റ് ഈസ് നിങ്ങൾ പ്രത്യേക സമയത്ത് കയറി പ്രത്യേക സമയത്ത് ഇറങ്ങുകയാണോ എന്നൊക്കെ ആൾക്കാരോട് ചോദിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ ചോദ്യം കറക്റ്റാണ്. കാരണം ഇവർക്കൊന്നും ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സ്ഥാപനം ഇപ്പോൾ എങ്ങനെയായിരിക്കും പോകുന്നത്, ഞാൻ ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നതെന്നൊന്നും സ്വന്തം മക്കളെ കാര്യം പോലും അതിനുള്ള സ്ത്രീകൾ പറയുന്നില്ലല്ലോ എന്ന് എന്നോട് ചോദിച്ചത്. ഞാനെന്താ പറയേണ്ടത്? അവിടെയുള്ളവരെ മെയിൻ പ്രശ്നം ആ സാരി ശരിയല്ല, ഈ കളർ ഇതല്ല എന്നൊക്കെ പറഞ്ഞു. ഇത് മൊത്തം ഒരു LKG കുട്ടികളുടെ ഇടയിൽ നമ്മൾ പെട്ട അവസ്ഥ. അപ്പം ഞാൻ പറയുന്നു, ആ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. എനിക്കിപ്പോൾ ബിഗ് ബോസിന് എന്താ നടക്കുന്നത് വെച്ചാൽ വളരെ കൃത്യമായിട്ട് എനിക്കറിയില്ല. സാധാരണഗതിയിൽ അതിൻ്റെ മുതലാളി ഒരിക്കലും അവരോട് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ, അല്ല ബാക്കിയുള്ള പിന്നെ അവരെ പുതിയ തന്നെയാണ്, അവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ കൊടുക്കാൻ സാധ്യതയില്ല, അതിനൊന്നും ഒരു ആവശ്യമില്ല. അല്ലാതെ തന്നെ വെറുതെ പോയി അടി ഉണ്ടാക്കുകയും അവരെ മുഖം കാണാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്നതാണ്. ഇത് ശരിക്കും നല്ല പരിപാടിയാണ് കേട്ടോ. പക്ഷേ സംസ്കാരമുള്ളവർ വരണം. തീരെ കൾച്ചറില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അതായത് എനിക്ക് എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സംസ്കാരവും വിദ്യാഭ്യാസവും 2 രീതിയാണ്. അമ്മ നീ ഇപ്പം നല്ല വിദ്യാഭ്യാസം നേടി കളക്ടറായി, അല്ലെങ്കിൽ നീ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രിയായാലും നിൻ്റെ കഴിവാണ്. അമ്മയ്ക്ക് അതിൽ വലിയ സന്തോഷം തോന്നില്ല എന്നോട് പറഞ്ഞു. ഞാൻ കളക്ടറാണെന്ന് അമ്മയ്ക്ക് സന്തോഷമില്ല. അമ്മ പറഞ്ഞിടാ, ഒരാളുടെ വിദ്യാഭ്യാസം, ഒരാളുടെ കഴിവ്, നീ നന്നായിട്ട് വരയ്ക്കുന്നവനാണ്, നന്നായിട്ട് പാട്ട് എഴുതുന്നവനാണെന്നുള്ളത് നിൻ്റെ കഴിവാണ്, അത് അച്ഛൻ്റെ അമ്മേൻ്റെ കഴിവല്ല. എനിക്ക് അഭിമാനം തോന്നണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ സന്തോഷ് പണ്ഡിറ്റിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു, നൈസ് പേഴ്സൺ, നിങ്ങളുടെ മോൻ ഭയങ്കര പാവാട്ടോ, ഒരു ശുദ്ധനാണ്, നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം തോന്നും. കാരണം സ്വഭാവം എന്നത് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്, സംസ്കാരം അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരാൾ നീ നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഹൗ ടു ബിഹേവ്, എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്. നിങ്ങൾ നോക്കിയറിയാം, ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ഹലോ സിസ്റ്റർ, ഹലോ ബ്രദർ, എപ്പോഴും ഒരാളെ റെസ്പെക്ട് ചെയ്ത് ഒരാളെ പേരിൽ ഞാൻ ചേർത്തിട്ടേ പറയുള്ളൂ. ഒരിക്കലും ഞാൻ ഒരാളെ പേര് വിളിക്കാറില്ല. ഇതെൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ സ്വിച്ച് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വിച്ച് ഇടുമെന്ന് പറഞ്ഞു, ചെറിയൊരു കുട്ടീനോട്. അപ്പോൾ അമ്മ വെച്ചാൽ എന്താ സ്വിച്ച് ഇടുന്നു, ആ ചെറുതല്ലേ ചോദിച്ചു. അത് ചെറുതായാലും എന്താണ്, ഒരു കുട്ടിയിലായാലും ഈഗോ എന്ന് പറയുന്ന സാധനം ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്ത് പെർഫോമൻസ് നടത്തിയാൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മളുടെ ആ ശരീരഭാഷയിൽ ആ കുട്ടി മനസ്സിലാക്കും, ഞാൻ ചെറുതായതുകൊണ്ട് എന്നോട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നു എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊരാളോടും നീ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാവുന്നത്. അപ്പം അമ്മ പറയുന്നത് ആ രീതിയിൽ എൻ്റെ മകൻ പുറത്ത് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഇമേജ് കിട്ടുന്നത്, നൈസ് പേഴ്സൺ എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ സ്വഭാവം, അപ്പോൾ ഈ മലയാളി ഹൗസ് പോലത്തുള്ള പരിപാടികൾ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവമാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാണ്ട് നിങ്ങൾ മികച്ചൊരു ക്രിക്കറ്ററാണ്, നിങ്ങൾ മികച്ച നടിയാണ്, നിങ്ങൾ അഭിനയിക്കാനുള്ള കഴിവല്ല അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വഭാവ ഗുണം അത്ര ഇല്ലാത്ത ആളുകൾ കഴിയുന്നതും ബിഗ് ബോസ് പോലത്തെ പരിപാടികൾക്ക് പോകരുത്. നാണും മാനും കൂടും ചിലപ്പോൾ കല്ലേറ് ആൾക്കാരെ നിന്ന് കിട്ടിയെന്നും വരും. അത്യാവശ്യം സംസ്കാരം, ഭയങ്കര സംസ്കാരമല്ല, അച്ഛനും അമ്മയിൽ നിന്ന് ഒരുവിധം സംസ്കാരം കിട്ടുന്നവർ മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പാടുള്ളൂ. അത് തിരിഞ്ഞു പോകും, ഉള്ള ഇമേജ് പോകും. അത്യാവശ്യം ഇമേജ് ഉള്ളവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ഷൈൻ ചെയ്യാം. ശരിക്കും അത് കൂടുതൽ, ഞാൻ പറഞ്ഞത് കഴിവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സ്വഭാവം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വരികയാണെങ്കിൽ പോവോ? തീർച്ചയായിട്ടും പോകും. അവിടെ ഇതിന് മുമ്പും അവരാരൊക്കെ വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പം എൻ്റെ പേരൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്നെ വിളിക്കേക്കും, എന്നാലും വിളിച്ചില്ല.
അതിന് വേറെ വല്ല റീസൺസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പെട്ടെന്ന് വിളിക്കാൻ റീസൺസ് എന്താണെന്നുള്ളത് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നൊന്നും വിളിക്കാൻ സാധ്യതയില്ല. പക്ഷെ സാന്നിധ്യത്തിൽ വിളിച്ചാൽ പോകാൻ പോവും. അതുപോലെ ഈ വേടനും വിനായകനും ഉപയോഗിക്കുന്ന മെത്തേഡ് ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ലേ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? മാഡം, എല്ലാം ഒരു ബിസിനസ്സാണ്. എൻഡ് ഓഫ് ദ ഡേ എല്ലാം ഒരു ബിസിനസ്സാണ്. നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊന്ന് ഷൈൻ ചെയ്യണം, നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങൾ ഉയർന്ന ജാതിക്കാരിയാണെങ്കിൽ ഞാൻ എക്സ് എന്ന ജാതിയാണ്, അതുകൊണ്ട് ആ ജാതിക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടണം. ഇറ്റ്സ് എ മെത്തേഡ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് ആളെ പിടിച്ചെടുത്താളെ കഴിവാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇന്ന മതമാണ്, ആ മതക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇരവാദം മുഴക്കാം, ഞാൻ ഈ മതത്തിലായതുകൊണ്ടാണ് എൻ്റെ ഇത് ചെയ്യാത്തത്. അപ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്ന ജാതിയാണെങ്കിൽ ഞാൻ താഴ്ന്ന ജാതിയാണ്, അതുകൊണ്ട് താഴ്ന്ന ജാതിക്കാർ മുഴുവൻ എന്ത് ചെയ്യണം. നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ട്, അതുകൊണ്ട് സുന്ദരന്മാർ എന്നെ ചെയ്യണം. സൗന്ദര്യം ഇല്ല, ഞാൻ കറുത്തിട്ടാണെങ്കിൽ അയ്യോ ഞാൻ കറുത്തിട്ടാണെങ്കിൽ തന്നെ കരഞ്ഞ ബഹളം വെച്ച് നിങ്ങൾക്ക് ലൈക്കും ഷെയറും മേടിക്കാം. എൻഡ് ഓഫ് ദ ഡേ ലൈക്കും ഷെയറും മേടിക്കുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെ ഓരോരുത്തരും ഓരോരോ മെത്തേഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ വേടൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു മെത്തേഡാണ്. അദ്ദേഹം ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരെന്നെ പറയുന്നത് അദ്ദേഹം ഒരു റോൾ മോഡലാണ്, ഇവിടുത്തെ യുവാക്കൾക്കൊക്കെ റോൾ മോഡലാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ വിനായകൻ. അദ്ദേഹം കുറച്ച് മോശമായിട്ടുള്ള ചില വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പല മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ എതിരെ അപ്പോൾ ചിലർ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അത് കവിതയാണ്. അപ്പോൾ കവിതയാണല്ലേ, എന്നാൽ ശരി വിട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലായിട്ട് ശരി, ഇപ്പോൾ വേടൻ്റെ കവിതകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ വിനായകൻ്റെ കവിതകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം ഒരു ബിസിനസ്സാണ്. അല്ല, ഞാൻ പറയുന്നു ബിസിനസ്സിന് വേണ്ടി ഓരോരുത്തർ പല മെത്തേഡ് ഉപയോഗിക്കും. നിങ്ങൾ എന്തിന് ഇതെല്ലാം കാണുന്നു കാണണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പറയുന്നത് ഇപ്പോൾ സീരിയലുകൾ എൻഡോസൾഫാൻ ആണെന്ന് ഒരു പ്രമുഖ നടൻ പ്രേംകുമാർ പറഞ്ഞായിട്ട്, സിനിമയും അങ്ങനെ തന്നെയാണ്. വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും സത്യം പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്ത ഓരോ കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്തിന് സിനിമ കാണുന്നു, എന്തിന് കാണുന്നു വെച്ചാൽ ഒരു രസം, അണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇതിന് എടുക്കണ്ട. മലയാള സിനിമയിലൊന്നും കലാകാരന്മാരില്ല. കലയെ വിറ്റ് ജീവിക്കുന്ന കുറേ ബിസിനസ്സുകാരേ ഉള്ളൂ. കാരണം കലയിൽ ഒരു മലയാള സിനിമയിൽ കലയുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും ടിക്കറ്റ് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരിക്കലും 100 കോടി കിട്ടിയെന്നുണ്ടെങ്കിൽ ചാടി കളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ അയ്യോയ്ക്ക് കിട്ടിയില്ലേ എന്നുകൊണ്ട് കരയണ്ട. അല്ല, നിങ്ങളിനി സഹനടിയാക്കിയുള്ളൂ. പക്ഷേ സഹനടിക്ക് അത് പോരാ, നിങ്ങൾക്ക് ഒറിജിനൽ നടിയാവണം. ഇതെന്ത് അവാർഡ് കമ്മിറ്റിയാണ്, നിങ്ങൾ കരഞ്ഞ് വേണം വെക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കിത് കലയാണ് മാഡം. നിങ്ങൾ ഒരു ഇതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പിടുത്തം വിട്ടു. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അവാർഡ് കിട്ടുകയാണെങ്കിൽ കിട്ടി, കിട്ടുന്നതിനെ കിട്ടണ്ട. ഞാൻ പറഞ്ഞ യഥാർത്ഥ കലാകാരൻ ഒരിക്കലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് രാത്രിയിൽ ഉറക്കം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെയല്ലേ. ഞാൻ പറഞ്ഞു ശരിയല്ല, കാരണം നിങ്ങളെ പണി കഴിഞ്ഞു. യഥാർത്ഥ കലാകാരൻ ഒരിക്കലും അത് വിറ്റ് എത്രമാത്രം കോടികൾ ഉണ്ടാക്കാം ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ കലാകാരൻ ഒരിക്കലും കഞ്ചാവ് അടിച്ചാലേ എനിക്ക് അഭിനയം വരൂ, MDMA അടിച്ചാലേ വരുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാരണം വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊരു വലിയൊരു നടിയാവുകയാണെങ്കിൽ നിങ്ങൾ റോൾ മോഡലായി. നിങ്ങൾക്ക് ഇനി എന്തെല്ലാം മോശം സ്വഭാവം ഉണ്ടെങ്കിലും ഇപ്പോൾ സന്തോഷം വേണ്ടിയിട്ട് എനിക്കൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് സംസാരിക്കുന്നതിനേക്കാൾ വളരെ ശ്രദ്ധിക്കണം. കാരണം 10 പേരാണെങ്കിൽ ആ 10 പേര് ഈ സന്തോഷം വേണ്ടിയിട്ട് റോൾ മോഡലാക്കുകയാണ്. നമ്മൾ ആരോടും ആക്കാൻ പറയുന്നില്ല. അപ്പോൾ വേടനാണെങ്കിലും വിനായകനാണെങ്കിലും അവർ മറ്റുള്ള കേരളത്തിലെ യുവാക്കളുടെ ഒരു റോൾ മോഡലായി അവർ വരുമ്പോൾ അവർക്ക് എന്തെല്ലാം സ്വഭാവം ഉണ്ടോ ആളുകൾക്ക് അങ്ങനെയാണ്, അത് അവർക്ക് അനുകരിക്കാൻ തോന്നും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പം ഞാൻ നന്നായിട്ട് കഥയോ കവിതയോ എഴുതുന്ന ഒരു വ്യക്തി ഇതൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും സ്പോണ്ടേനിയസ്ലി എഴുതാൻ പറ്റുന്നത്, അപ്പം ഞാൻ പറയുന്നത് അതിപ്പോൾ നമ്മൾ കള്ള കഞ്ചാവ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളം അടിച്ചാൽ എനിക്ക് നന്നായിട്ട് കവിത എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 10 പേരെ ഉള്ളൂ എങ്കിലും അവർക്ക് കിട്ടുന്ന എന്താണ്, മദ്യം കഴിച്ചാൽ കവിത കിട്ടും. അതേപോലെയാണ് ഇവിടുത്തെ ഇപ്പോൾ ചില ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ശരിയാണോ, ചില ആളുകൾ പറയണ്ടേ അവരിങ്ങനെ കഞ്ചാവിൻ്റെ അടിമയാണ്. അപ്പോൾ അവർ കഞ്ചാവ് അടിച്ചാലേ അവർക്ക് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഇതിൻ്റെ ബുദ്ധിമുട്ട് എവിടെയാണ്? അയാൾ കഞ്ചാവ് അടിക്കുന്നല്ല പ്രശ്നം. അവരെ ഇഷ്ടപ്പെടുന്ന വിഡ്ഢികൾ എന്ത് കരുതും, കഞ്ചാവ് അടിച്ചാൽ അഭിനയം കിട്ടും. ഇങ്ങനെ തെറ്റായ ഒരു മെസ്സേജ് ഈ സിനിമയിലൂടെ കൊടുക്കും. ഇതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. എല്ലാം ഒരു ബിസിനസ്സാണ്. അവരവരുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി കളഞ്ഞു കാണുന്നു. സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജോലിയും പണവും ഡാറ്റയും കളഞ്ഞ് അവൻ ചെയ്തത് കാണുന്നു. ഞാൻ സിമ്പിളായി ചോദിക്കുന്നു, ഒരു പച്ചക്കറി കടക്കാരൻ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ പച്ചക്കറി വിറ്റ് ജീവിക്കുന്നു. ഒരു ടെക്സ്റ്റൈൽസ് ഉടമ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ വസ്ത്രങ്ങൾ വിറ്റ്
ജീവിക്കുന്നു. ഒരു മീൻകാരൻ എന്താണ് ചെയ്യുന്നത്? മീൻ വിറ്റ് ജീവിക്കുന്നു. ഒരു സിനിമാക്കാരൻ എന്താണ് ചെയ്യുന്നത്? കല വിറ്റ് ജീവിക്കുന്നു. നിങ്ങൾ ദിവസം മീൻ വാങ്ങുന്ന അയാളടുത്ത് നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ഫ്ലക്സ് ഒന്നും വെക്കുന്നില്ലല്ലോ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആരാധകനാണ്. ഇത് തന്നെയല്ലേ നിങ്ങളെ ഇയാളും ചെയ്യുന്നത്? നിങ്ങളെ സൂപ്പർ സ്റ്റാർ ചെയ്യുന്നത് ഇയാൾ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. നിങ്ങളെ നിന്ന് ഒരു പണം വാങ്ങി നിങ്ങൾക്കൊരു സർവീസ് തരുന്നു. അത് ഫ്രീ അല്ലല്ലോ തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നത് അത് ക്രിക്കറ്റുകാരായാലും മെസ്സി ആയാലും ഫുട്ബോളുകാരായാലും എല്ലാവരും ചെയ്യുന്നത് എന്താണ്? അവർ കോടികൾ പ്രതിഫലം വാങ്ങിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ അവരുടെ കടുത്ത ആരാധകരാകുന്നു, അവർ ചെയ്യുന്ന എല്ലാ ഇതും പറയുന്നു. അങ്ങനെ നിങ്ങൾക്ക് സർവീസ് തരുന്ന എല്ലാവർക്കും നിങ്ങൾ ഫ്ലക്സ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, അതല്ല ഒരു നന്മയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണെങ്കിൽ എൻ്റെ സിമ്പിൾ സംശയമാണ്, ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ ഓട്ടോ കാശിനാണ് അല്ല വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബഹിരാകാശത്തേക്ക് വിടുന്നു ഇതൊക്കെ. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നേ ഒരു ശാസ്ത്രജ്ഞനെ വേണ്ടിയിട്ട് ഒരു ഫ്ലക്സ് വയ്ക്കാത്തത്? അർജന്റീനയിലും ബ്രസീലിലും കിടക്കുന്ന ഫുട്ബോളർക്ക് വേണ്ടി ചെയ്യുന്നവൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞർക്ക് വേണ്ടി ചെയ്യാത്തത്? മനസ്സിലായി? അപ്പം അതിന് എനിക്ക് ഒരാൾ തന്ന ഉത്തരമാണ്, കടുത്ത ഫുട്ബോൾ ആരാധകൻ തന്ന ഉത്തരമാണ്, ശാസ്ത്രജ്ഞന്മാർ ശമ്പളം വാങ്ങുന്നില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ മെസ്സിയും റൊണാൾഡോയും ശമ്പളം വാങ്ങിയിട്ടല്ലേ ചെയ്യുന്നത്? അതെ, ഉത്തരമില്ല. ഇപ്പോൾ വേടൻ്റെ കേസായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം നന്നായിട്ട് കവിതകൾ എഴുതുന്നു, നല്ല കാര്യമാണ്. അദ്ദേഹം പാലസ്തീനെ വേണ്ടി എഴുതുന്നു, അദ്ദേഹം ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, അദ്ദേഹം അഫ്ഗാനിസ്ഥാന് വേണ്ടി പാട്ട് എഴുതുന്നു, ഒക്കെ നല്ല കാര്യമാണ്. ഇവിടെ കാശ്മീരിൽ 26 ഇന്ത്യക്കാർ മരിച്ചിരുന്നു, പാട്ട് എഴുതിയോ? അല്ല, ഞാൻ പറയുന്നു. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളും ഉണ്ടല്ലോ അവിടെ. അതിന് പാട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞല്ല, ഒരു കലാകാരൻ എല്ലാത്തിനോടും ഇങ്ങനെ പ്രതികരിക്കണം എന്നല്ല. ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന, അതേപോലെ ഇന്ത്യയിലെ പാകിസ്ഥാനായിട്ടുള്ളൊരു സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതിയോ? അല്ല, അതൊരു വിജയമാണല്ലോ. എന്നും ഇന്ത്യ വിരുദ്ധമായി മാത്രമേ എഴുതാവൂ നമുക്കില്ലല്ലോ, അങ്ങനെയൊന്നും എവിടെയും പറയുന്നില്ലല്ലോ. അങ്ങനെയും ചെയ്യാം. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം പൗട്ടോ. ഇതിപ്പം നമ്മൾ നേരത്തെ ധർമ്മസ്ഥലേൻ്റെ കാര്യം പറഞ്ഞോടാണ് ഇത്. അല്ലാതെ ആ കാര്യം തെറ്റെന്നല്ല, അത് ചെയ്യുമ്പോഴേ ഇവിടെ കേരളത്തിൽ റീച്ച് കിട്ടുള്ളൂ. അദ്ദേഹം ചെയ്ത ബുദ്ധിയാണ്, മലയാളികളെ നിലവാരം മനസ്സിലാക്കി ചെയ്തു. വിനായകൻ ചെയ്തും ബുദ്ധിയാണ്, കാരണം മലയാളികളെ നിലവാരം മനസ്സിലാക്കി അദ്ദേഹം ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, മലയാളികൾക്ക് ഇതൊക്കെയാണോ വേണ്ടത്? ഇതാവാം. നിങ്ങൾക്ക് നല്ല സംസ്കാരമുള്ള കാര്യങ്ങളും നല്ലതുമാണെങ്കിൽ നിങ്ങൾ അത് കാണുക. മോശം സംസ്കാരമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളത് കാണുക. ചെയ്യുന്നവനെ പറയരുത്. നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കി ഓരോരുത്തർ ഓരോ ഗെയിം കളിക്കുന്നു. മാറേണ്ടത് അവരല്ല, നിങ്ങളാണ്.